കൃഷിയെ പരിചയപ്പെടുത്താൻ, ഓമനിക്കാൻ, ഓർക്കാൻ ഒരു വായനശാല റീൽസ് നിർമ്മിക്കുന്നു. കൊല്ലം CKP വിലാസം ഗ്രന്ഥശാലയാണ് കുരുന്നുകൾ മുതൽ വയോധികർ വരെ പൂപ്പാടത്തിറക്കി ഓണക്കാല ഉത്സവത്തെ വരവേൽക്കുന്നത്. 8.5 പതിറ്റാണ്ടായി CKP വിലാസം ഗ്രന്ഥശാല ഓണം ആഘോഷിക്കുകയാണ്. ഒരു നാടിൻ്റെ ഉത്സവം മുഴുവനും നാട്ടുകാരെയെല്ലാം ചേർത്ത് ഏറ്റെടുത്ത് അവർ കൊണ്ടാടുന്നതിൻ്റെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പ്രിൻസിൻ്റെ ഈ ഫാമിൽ. ഇവിടെ ഇപ്പോൾ വാടാമല്ലിയും ജണ്ടുമല്ലിയും പച്ചക്കറി കൃഷികളും എല്ലാം ഉണ്ട്. പുതിയ തലമുറയെ എല്ലാം അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. നാളെ ഇവരാണ് ഈ ഗ്രന്ഥശാലയെ നയിക്കേണ്ടുന്നവർ. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. മണമെന്റെ ചഞ്ചലാക്ഷി ഇവിടെ വന്നില്ലേ? വന്നപ്പോ എന്തൊക്കെ കണ്ടു? കൊട്ടുണ്ട്, പൂവുണ്ട്, കൊട്ടുണ്ട്, തിരുവാഴയുണ്ട്, ഡാൻസ് ഉണ്ട്. കൃഷിയെ അറിയാതെ സ്നേഹിക്കാതെ CKP വിലാസം ഗ്രന്ഥശാലയ്ക്ക് എന്ത് ഓണാഘോഷം? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രന്ഥശാല കഴിഞ്ഞ 3 വർഷമായി കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. 3 വർഷമായി വിവിധതരം കൃഷികളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുക്കം ഇപ്പോൾ നമ്മൾ യുവ കർഷകനായ പ്രിൻസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഈ ഓണക്കാലത്ത് ആവശ്യമുള്ള പൂക്കൾ നമ്മൾ സ്വയം പര്യാപ്തതയോടുകൂടി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഈ പൂക്കൾ കൃഷി നടത്തിയാണ്. അതിൻ്റെ വിളവെടുപ്പ് സമയമാണ്. ആ വിളവെടുപ്പിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കർഷകനായ പ്രിൻസിനും ഇതൊക്കെ ഏറെ പ്രോത്സാഹനമായി. ഇപ്പോൾ ഓണത്തിനോടൊപ്പം ബന്ദിപ്പൂ കൃഷിയും വാടാമല്ലി കൃഷി ഇപ്പം 3 വർഷമായിട്ട് ചെയ്യുകയാണ്. അപ്പം പൂക്കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. ഒരു കണ്ടില്ലേ, ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ഒരു സന്തോഷമാണ്, ഒരു ഹരമാണ് പൂക്കൃഷി. പൂക്കൃഷി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും കൊച്ചുകുട്ടികൾ പോലെ പ്രായമായവരെ തന്നെ അവരുടെ മനസ്സിനെയും നല്ല രീതിയിൽ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് പൂക്കൃഷി. അതുകൊണ്ടാണ് പൂക്കൃഷി ഞാൻ എല്ലാ വർഷവും കൃത്യമായി ഓണസമയത്ത് ഞാൻ ചെയ്യുന്നത്. സന്തോഷം നിറഞ്ഞ ഓണാഘോഷം ഇനിയും തുടരും. നമ്മുടെ CKP വിലാസം ഗ്രന്ഥശാല എല്ലാം കൊണ്ടും അവരിപ്പോൾ റീൽസ് എടുപ്പാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പോഴും അവരുടെ മനസ്സിൽ ആ ഓണത്തെ വരവേൽക്കാനുള്ള അവരുടെ ഒരു സന്തോഷം നാട്ടുകാർ അതിനൊപ്പം കൂടിയിരിക്കുകയാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.